നമുക്ക് ഓണവിഭവങ്ങളിലെ കൂട്ടുകറി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചേനയും ഉരുളക്കിഴങ്ങും കടലയും കായും എല്ലാം കൂടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യം തന്നെ കായ നന്നായിട്ട് വൃത്തിയാക്കി ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഫ്രോസൺ ചേനയാണ് എടുത്തേക്കുന്നത്. ഈ അരിഞ്ഞു വെച്ച കായയും ചേനയും കുറച്ച് ഉരുളക്കിഴങ്ങും കൂടി കുറച്ച് ഉപ്പും വേപ്പിലയും കൂടി ഇട്ട് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വെക്കുക. അത് വേവുമ്പോഴേക്കും കടല വേവിക്കാം. കുറച്ച് ഉപ്പും ജിഞ്ചർ ഗാർലിക്കും കൂടിയിട്ട് ഒരു 2-3 വിസിൽ അടിക്കുന്ന വരെ കടല വേവിച്ചെടുക്കുക. തലേദിവസം കുതിർത്തിയെടുത്ത കടലയാണ് കേട്ടോ. കടലയ്ക്ക് വേവ് കൂടുതലുള്ളതുകൊണ്ടാണ് അത് മാത്രം നമ്മൾ കുക്കറിൽ വേവിക്കുന്നത്. ഇനി തേങ്ങയും ജീരകവും പച്ചമുളകും കുറച്ച് വെള്ളത്തിൽ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ നേരത്തെ വെച്ചിരിക്കുന്ന കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടാകും. എന്നിട്ട് കടല നന്നായിട്ട് വെന്തതിന് ശേഷം അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇതൊക്കെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തൊന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നീട് നമ്മൾ ആദ്യം അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് പിന്നീട് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ അതും കൂടി ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച് എടുക്കാം. ഇനി നമുക്ക് തേങ്ങ വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് ആദ്യം എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം ഉഴുന്നുപരിപ്പില്ലേ അതൊന്ന് ചെറുതായിട്ട് ചൂടാക്കി അതിലേക്ക് തേങ്ങയും വറ്റൽമുളകും കൂടി ഇട്ട് ഇങ്ങനെ ബ്രൗൺ ഷെയ്ഡ് ആകുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. എന്നിട്ട് ആദ്യം വേവിച്ച് വെച്ച കഷ്ണങ്ങളിലോട്ട് ഈ വറവ് ചേർക്കുക. അത്രയേ ഉള്ളൂ, കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെള്ളമൊക്കെ പറ്റി പിന്നെ വേണമെങ്കിൽ മാത്രം അവസാനം ഒരു മധുരത്തിന് ശർക്കരയും കൂടി ചേർത്ത് കൊടുത്താൽ അടിപൊളി സദ്യയിലെ കൂട്ടുകറി റെഡിയാണ്. ഇതേപോലെ ഓണവിഭവങ്ങൾ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റിൽ ഓണം സദ്യ സ്പെഷ്യൽ എന്ന് പറഞ്ഞതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പീസൊക്കെ കിട്ടും. അപ്പോൾ അഭിപ്രായങ്ങളും അറിയിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ.